ഈ നേട്ടം, അതായത് ഈ സഖ്യം എന്നത് കൂടുതൽ പ്രയോജനപ്പെടുത്താം എന്ന് മനക്കോട്ട കെട്ടിയിരുന്നത് ഇടതുപക്ഷമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. സഖ്യം ഇടത് അനുകൂലമെന്ന ഒരു പ്രതീതി പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിന് കാരണം എന്താണ്? അതിന് കാരണമായി പറയുന്നത് ഈ സുകുമാരൻ നായരുടെയും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെയും ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ എല്ലാം തന്നെ ഇടത് അനുകൂലമായിരുന്നു, സർക്കാരിന് അനുകൂലമായ പ്രതികരണങ്ങൾ ആയിരുന്നു നടത്തിയത്. ആ പ്രതികരണങ്ങളിൽ ഒന്നാണ് നേരത്തെ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ. ശബരിമലയെ നമുക്കറിയാം വിശ്വാസ സമൂഹത്തിന്റെ വലിയ പ്രതിഷേധം കണ്ടതാണ്. അതിന്റെ മുൻനിരയിൽ തന്നെ NSS അനുഭാവികൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സുകുമാരൻ നായർ പറഞ്ഞത് ഈ വിഷയത്തിൽ ഏറ്റവും അനുകൂലമായി നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്നതാണ്. പ്രതിപക്ഷ നേതാവിന് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമാണ് രണ്ട് നേതാക്കളുടെയും ഭാഗത്ത് നിന്നുണ്ടായത്. ഞാൻ വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവിലേക്ക് പോകുമ്പോൾ, കിരൺ, ഇവിടെ ഇതാ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പരാമർശങ്ങൾ, അത് മലപ്പുറം ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാതെ ഒരു തരത്തിൽ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടുണ്ടായിരുന്നു. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ജിഹ്വയായി പ്രവർത്തിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് രാഷ്ട്രീയ വിമർശനമുണ്ടായി. അതേ തരത്തിൽ തന്നെ സർക്കാരിനെ പുകഴ്ത്തുന്ന സമീപനം സുകുമാരൻ നായരിൽ നിന്നുമുണ്ടായി. അപ്പോൾ ആ രണ്ട് നേതാക്കൾ ഒരുമിച്ചാൽ ആത്യന്തികമായി അത് തങ്ങളുടെ വോട്ട് ബാങ്ക്, അടിസ്ഥാന വോട്ടുകൾ കൂടുതൽ സുരക്ഷിതമാക്കും എന്ന് ഇടതുപക്ഷം കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന് ഈ നീക്കം? അഭിലാഷ്, NSS SNDP ഐക്യം, ഈ ഐക്യം വരുമ്പോൾ അതിൻ്റെ രണ്ടുപേരും ഏതെങ്കിലും ഒരു മുന്നണിയെ പരസ്യമായി അനുകൂലിക്കുകയോ ഒരു മുന്നണിയെ തള്ളിക്കളയുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും അതിന് പുറത്തേക്ക് വന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഈ രണ്ടുപേരും ഒരുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്നു, സർക്കാരിൻ്റെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്നു. വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഒരു പടി കൂടി കടന്ന് നേരത്തെ തന്നെ അദ്ദേഹം പിണറായി വിജയനുമായി വളരെ അടുപ്പം സൂക്ഷിക്കുകയും പിണറായി വിജയന് വേണ്ടി പരസ്യമായി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന, CPM അപ്പുറത്തേക്ക് പിണറായി എന്ന നേതാവിലേക്ക് ആ തരത്തിൽ വിശ്വാസമൊക്കെ പുലർത്തുകയും അടുപ്പം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന നേതാവാണ്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അങ്ങനെ ആയിരുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പിന് അന്ന് രാവിലെ ആദ്യം വന്ന പൊളിറ്റിക്കൽ പ്രഖ്യാപനം എന്ന് പറയുന്നത് G സുകുമാരൻ നായരുടേതാണ്. അദ്ദേഹം വോട്ട് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞത് ശബരിമലയിൽ വിശ്വാസത്തെ ലംഘിക്കാൻ ശ്രമിച്ച സർക്കാരിനെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. വളരെ പച്ചയായ ഒരു പ്രസ്താവനയാണിത്. LDFനെ തോൽപ്പിക്കുക, UDFനെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ പ്രസ്താവന. പക്ഷേ ആ പ്രസ്താവന ഉണ്ടായെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ നിയമസഭയിൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇടതുമുന്നണി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ അധികാരത്തിൽ വരികയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് പല സംഭവ വികാസങ്ങൾ, അതിന് സുകുമാരൻ നായരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കേസുകളുമൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായി പറയാൻ തെളിവുകളില്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ എന്തായാലും സുകുമാരൻ നായർ പിന്നീട് ശബരിമല വിഷയത്തിൽ പിണറായി വിജയനൊപ്പമാവുന്നു, കേരള സർക്കാരിനൊപ്പമാവുന്നു, പരസ്യമായി തന്നെ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയെ അയക്കുന്നു, അവർ പങ്കെടുക്കുന്നു, അതിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. പിന്നീടും പരസ്യമായി തന്നെ പിണറായി വിജയനെ അനുകൂലിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, പ്രതിപക്ഷത്തെ നയിക്കുന്ന VD സതീശനെ കോൺഗ്രസിനെയും UDFനെയും അപ്പാടെ അങ്ങ് തള്ളിക്കളയുന്നില്ലെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ തള്ളിക്കളയുന്നുണ്ട്. UDF ഭരണം വരുമോ, അത് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നെല്ലാം ഒരിക്കലും വരില്ല എന്ന മട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ G സുകുമാരൻ നായർ അത്രയും പറയുന്നില്ലെങ്കിലും VD സതീശനെ അതിരൂക്ഷമായ തരത്തിൽ വിമർശിക്കുകയാണ്. VD സതീശൻ ഒരു നായർ വിരുദ്ധനാണ് എന്ന മട്ടിലടക്കം വയ്ക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഇടതുമുന്നണിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നു പരസ്യമായി, മറുഭാഗത്ത് പ്രതിപക്ഷത്തെ നയിക്കുന്ന VD സതീശനെ ഒരുപോലെ രണ്ടുപേരും മോശക്കാരനാക്കുന്നു. അല്ലെങ്കിൽ VD സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായ ഒരാളെ അല്ലെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ എന്നുള്ള ഒരു തർക്കത്തിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ തർക്കത്തിലേക്ക് കക്ഷി ചേർന്നുകൊണ്ട് അവിടെ ഞങ്ങളുടെ നോമിനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ സ്വാഭാവികമായും പുറത്ത് വന്നൊരു പ്രതീതി, കേരളത്തിൻ്റെ പ്രബലമായ രണ്ട് സമുദായങ്ങൾ ആലോചിക്കണം. 20-21% വരുന്ന ഈഴവ വിഭാഗം, അതോടൊപ്പം തന്നെ 9-10% വരുന്ന നായർ വിഭാഗം, ഏകദേശം കേരളത്തിൻ്റെ 30% വരുന്ന 1/3 വരുന്ന ജനവിഭാഗം. ഇവർ പറഞ്ഞാൽ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇവർ പറഞ്ഞ ഘട്ടത്തിലൊന്നും 2016 ഇടതുമുന്നണി വരുന്ന ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇടതുമുന്നണിക്കെതിരെ അതിനിശ്ചിതമായ സ്റ്റാൻഡ് എടുക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് അഴിമതി അടക്കം ഉന്നയിച്ചുകൊണ്ട് നിരന്തരം ആക്രമണമൊക്കെ നടത്തിയതാണ്. അപ്പോൾ ഇവർ അനുകൂലിച്ച ഘട്ടങ്ങളിലൊന്നും കഴിഞ്ഞ തവണ NSS UDFനെ അനുകൂലിച്ചിട്ട് UDF ജയിച്ചില്ല. അതിന് മുമ്പിൽ തവണ SNDP UDFനെ അനുകൂലിച്ചിട്ടും UDF ജയിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇവരൊക്കെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾ പലരും
ജയിച്ചിട്ട് പരാജയപ്പെടുകയും ഇവർ തോൽപ്പിക്കണമെന്ന് വാശിയോടുകൂടി പറഞ്ഞ സ്ഥാനാർത്ഥികൾ പലരും വിജയിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണുള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു അനുകൂലമായ പ്രതീതി പ്രബല സമുദായങ്ങളൊക്കെയും ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ്. അവർ കോൺഗ്രസിനൊപ്പമില്ല, പ്രത്യേകിച്ച് NSS കോൺഗ്രസിനൊപ്പമില്ല എന്ന് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ എങ്ങനെയാണോ മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഈ സമുദായ നേതാക്കന്മാരെ മാനേജ് ചെയ്തിരുന്നത്, അത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. അത് CPM ഫലപ്രദമായി ഇപ്പോൾ നടപ്പാക്കി. ആ നടപ്പാക്കിയതിൻ്റെ ഒരു വിജയം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ NSS SNDP ഐക്യം എന്നൊക്കെ പറയുമ്പോൾ അതിൽ CPMൻ്റെ പരോക്ഷമായ ഒരു പങ്കുകൂടിയുണ്ട്. അത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല. CPM നേതാക്കളുടെയൊക്കെ പ്രതികരണം, പിന്നീട് വന്ന പ്രതികരണമടക്കം അത് വ്യക്തമാക്കുന്നതുമായിരുന്നു. ആ തരത്തിൽ CPMനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടി തന്നെയാണ്. അങ്ങനെ ഒരു നീക്കമുണ്ടായതിൽ ഈ ഐക്യം പെട്ടെന്ന് വിള്ളൽ വെക്കുന്നു. NSSൽ ഇപ്പോഴും കോൺഗ്രസ് അനുഭാവികളായ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അതിശക്തമായി തന്നെ ഉണ്ട് എന്നുള്ള വാദവും, അല്ലെങ്കിൽ NSSൻ്റെ ഉള്ളിൽ ആ തരത്തിലേക്കുള്ളൊരു വികാരം ശക്തമായി തന്നെ ഉണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ള വികാരമുണ്ട് എന്നൊക്കെ ഉള്ളൊരു പ്രതീതി പുറത്തു വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അവിടെയാണ് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ്. എങ്കിൽ ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം UDFന് ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽപ്പിൻ്റെ പോരാട്ടം ആണ് എന്നത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിനായി ഇറങ്ങുന്ന UDF വളരെ കൃത്യമായി ഈ ഐക്യനീക്കം അത് ഇടതിന് അനുകൂലമാകും എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ അപകടം തിരിച്ചറിയുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. കാരണം ഇരു നേതാക്കളും ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കിരൺ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ UDFനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാകുന്ന സാഹചര്യമല്ലേ ഉള്ളത്. കാരണം ഇപ്പോൾ കിരൺ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനാ നേതാക്കൾ പറയുന്നിടത്ത് കൃത്യമായി വോട്ട് വീഴണം എന്നൊന്നുമില്ല. എങ്കിൽ പോലും പരസ്യമായ പ്രതികരണങ്ങൾ, നിരവധിയായ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ, അതൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ അത് ഒരു പരിധിവരെയെങ്കിലും ആ സമുദായത്തെ സ്വാധീനിച്ചേക്കാമെന്നൊരാശങ്ക UDFനുണ്ടായിരുന്നു. അവിടെ UDFന് വലിയൊരു ആശ്വാസമല്ലേ ഇത് നൽകുന്നത്? ഏറ്റവും പ്രധാനം ഇപ്പോൾ SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ടോ കേരളത്തിൽ SNDPയിൽ അംഗങ്ങളായ ഈഴവർ പോലും എത്ര പേർ വോട്ട് ചെയ്യും, അതിന് വളരെ ചെറിയ ശതമാനം പേർ പോലും അത് അംഗീകരിച്ച് വോട്ട് ചെയ്തില്ല. അങ്ങനെ ആരെങ്കിലും കുറച്ച് പേർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആ SNDPയിൽ തന്നെയുണ്ട്. ഇനി NSSൻ്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞാലും ഏതെങ്കിലും ഒരു മുന്നണിയെ അനുകൂലിച്ച് പറഞ്ഞാലും ആ NSSൽ അംഗങ്ങളായവരെല്ലാം അതിൽ വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല അവിടെയും അതിനെതിരായ ഒരു വികാരം സ്വാഭാവികമായും അവിടെ ഉണ്ടാകുകയും ആ എതിരായ വികാരത്തിന് രണ്ടിടത്തും പ്രാധാന്യം. പക്ഷേ അതല്ല ഇതിൻ്റെ പ്രാധാന്യം. ഈ വെള്ളാപ്പള്ളി നടേശനായാലും G. സുകുമാരൻ നായർക്കായാലും രണ്ടുപേരും വളരെ തന്ത്രജ്ഞന്മാരായ നേതാക്കളാണ്. വളരെ ദീർഘകാലമായി, കാൽനൂറ്റാണ്ടിന് അധിക കാലമായി ഈ സംഘടന, ഏകദേശം ഒരു അരനൂറ്റാണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പൂർണ്ണമായും കഴിഞ്ഞ 25 വർഷവും ഈ രണ്ട് സംഘടനകളിലെയും ഇവരുടെ രണ്ടുപേരുടെയും കൈപ്പിടിയിൽ മാത്രമാണ്. ഇവർ തീരുമാനിക്കും, ഇവർ നടപ്പാക്കും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും എതിർ ശബ്ദമോ ജനാധിപത്യമോ ഒക്കെ അങ്ങനെ ഒരു പേരിന് പറയാമെന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ശബ്ദമൊന്നുമില്ല. ഇവർക്ക് രണ്ടുപേർക്കുമുള്ളത് അപകടകരമായ ഒരു വാർത്താ മൂല്യമാണ്. ഇവർ പറഞ്ഞാൽ വോട്ട് ചെയ്യില്ല, പക്ഷെ ചില വിഷയങ്ങൾ ഇവർ ആവർത്തിച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.